എന്തിനാ പ്രിയ വന്നത്? ഒന്നുമില്ല, നീ കിടന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. കട്ടിലിൽ നിന്ന് നീറ്റ് അങ്ങ് താഴെ കിടന്നു, ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു. അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഉറക്കം പിടിച്ചപ്പം വീണ്ടും മുകളിൽ വന്ന് കിടന്ന്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ ചായയും കൊണ്ട് ചെന്നപ്പം ചായ വാങ്ങിച്ചിട്ട് എന്നെ നോക്കി അങ്ങ് നിൽക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹാളിൽ ചായയും കൊണ്ട് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുന്നു. മോനും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം, എന്തുവാ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അല്ല, എന്തോ കാര്യമുണ്ട് ഇങ്ങനെ കരയണമെങ്കിൽ. അതേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പ്രിയ വന്നെന്ന്, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഇളയ മോള് എൻ്റെ ആണെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തോ അണ്ണൻ ഈ പറയുന്നത്? അത് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുവാ, ഇളയ മോള് അണ്ണൻ്റെ ആണെന്നോ? അന്നേരം പറഞ്ഞു ആ. ഞാൻ പിന്നെ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഞാൻ അതോടുകൂടി അവിടെ അങ്ങ് നിന്ന്. എന്നിട്ട് ഞാൻ പിന്നെ കുറേ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അണ്ണൻ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, നീ ഒന്നും അരുതാത്തതൊന്നും ചെയ്യരുതേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ ഇങ്ങനെ സ്നേഹിച്ച് കെട്ടിയോണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കാട്ടിലമ്മയുടെ നടയെ കടലും കായലും അടുത്ത് കിടക്കുക, ഞാൻ പോയി ചാവും, ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അണ്ണനെ വിശ്വസിച്ച് അണ്ണനൊപ്പം ജീവിക്കാൻ വന്നവളാ, അണ്ണനായിട്ട് എന്നെ ഒരു കുഴി കൊണ്ടുപോയി ചാടിക്കല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ അതുകൊണ്ട് ഒന്നും ചെയ്യരുത്, ഇതാന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി. എന്നിട്ട് ഞാൻ പറഞ്ഞേ അണ്ണന് തോന്നുന്നുണ്ടോ അത് അണ്ണൻ്റെ കുഞ്ഞാണെന്ന്? അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പ് ഞാൻ പ്രിയയായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെന്ന്. ഇല്ല സാറ് വിട്ടില്ല. സാറ് പറഞ്ഞു നിനക്കൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട്, അവള് ആരുടെ സംരക്ഷണത്തിലാണ് കഴിയേണ്ടത്? നിന്റെ സംരക്ഷണത്തിലാണ്. അപ്പം നീ അവരെ സ്വീകരിക്കാൻ തയ്യാറാവണം. എന്നിട്ടും എന്തെല്ലാം പറഞ്ഞ് ഇടിച്ചും അടിച്ചും തൊഴിച്ചും എല്ലാം നോക്കിയിട്ടും പ്രതികരണം മിണ്ടുന്നില്ല. പ്രതികരണം പറയുന്നത് എന്തുവാ, ഞാൻ അവിടെ കൂടെ ജീവിക്കുന്നില്ല, എനിക്ക് എൻ്റെ മോനെ വേണമെന്ന്. അങ്ങനെ അവരുടെ ഒരളിയനും ഒരു മാമനും വീട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രദീപിന് ബന്ധം ഒഴിയണമെന്നാണ് പറയുന്നത്, ഇയാളുടെ അഭിപ്രായം എന്തുവാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ബന്ധം ഒഴിയാൻ ഒട്ടും താല്പര്യമില്ല, അയാൾക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അയാളായിട്ട് ഒഴിഞ്ഞ് പോട്ടെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ് നീ അങ്ങനെയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന്. അങ്ങനെ അന്ന് ആ സ്റ്റേഷനിൽ പിറ്റേന്ന് എന്നെ വിളിപ്പിച്ച്. അന്ന് പിറ്റേന്ന് ഈ പെങ്ങളും അളിയനും എല്ലാ ബന്ധുക്കളും അന്നുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് എന്നെ പെങ്ങൾ വിളിച്ചു, നീ വരുന്നില്ലേ പ്രദീപിനെ ഇറക്കാമെന്ന്. ഞാൻ പറഞ്ഞു എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചില്ല, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഇതുവരെ വിളിച്ചില്ല, വിളിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിജിത ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു അവനെന്തോ പറയാനുണ്ട്, അത് നീ കേൾക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെയും പെണ്ണുമ്പിള്ളയുടെയും കൂടെ ഞാൻ ജീവിച്ചോളാം, ഞാൻ അവർക്ക് ചിലവിന് കൊടുത്ത് അവർക്കൊപ്പം കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. അന്നേരം ആ പെങ്ങളും അളിയനും അവിടെ ഒരു നിബന്ധന വെച്ച്. ഈ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ചെന്നപ്പോൾ ഉണ്ട് പെങ്ങൾ പറയുന്നു പ്രദീപിന് അവിടെ വീടില്ല, പ്രദീപിൻ്റെ പേരിൽ ഒന്നുമില്ല, പിന്നെ 3 മാസം കഴിയുമ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിത്തരണം, പിന്നെ പ്രദീപിന് അവിടെ വസ്തു ഒന്നുമില്ല, എല്ലാം എൻ്റെ പേരിലാന്ന്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഭർത്താവ് പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാ, എനിക്ക് അവിടെ വീടും വസ്തുവൊന്നുമില്ല, എല്ലാം എൻ്റെ പെങ്ങളുടെ പേരിലുള്ളയാ, 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കാം. അന്നേരം ആ പെങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എഴുതി ഒപ്പിടണമെന്ന് പറഞ്ഞു. അളിയനും പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്, എന്നാൽ തന്നെയും പറഞ്ഞ് എനിക്ക് ആ വീട്ടിലൊന്നും ഇല്ലെന്നുള്ളത്. അങ്ങനെ എഴുതി ഒപ്പിടിയിപ്പിച്ച് ഞാനും ഒപ്പിട്ട് കൊടുത്ത്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് അവരുടെ ബന്ധുക്കളെല്ലാം കൊണ്ടാക്കി തിരിച്ച് അവരെല്ലാം പൊയ്ക്കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ കുറേയൊക്കെ വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയതൊന്നുമില്ല. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞേ ഞാൻ ഒന്ന് കുളിച്ചിട്ട് പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഇവരെ ഈ പ്രിയയും പ്രദീപിനെയും കൊണ്ടുവന്നത് ഇവരുടെ ഒരു അപ്പച്ചിയുടെ മോൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അന്നേരം പറഞ്ഞു ഞാൻ പോയി അവിടെ പോയി എൻ്റെ തുണിയൊക്കെ എടുത്തോട്ട് വരട്ടെ, ഇവിടെ അരിയൊന്നും ഇല്ലല്ലോ, അവിടെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, ഞാൻ പോയി അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് സാധനം വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി. അന്ന് രാത്രി പ്രതികരണം കിടക്കാൻ വേറെ മുറി പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇതിവിടെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എല്ലാം സഹിച്ചാണ് ഞാനിപ്പോൾ വീണ്ടും വന്നേക്കുന്നത്, ഇനി ഇതിവിടെ പറ്റത്തില്ല, അണ്ണൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് മോനും അണ്ണനും കൂടി കട്ടിലേ കടന്ന് ഞാൻ താഴെയോ കിടന്നത്. എന്നിട്ട് അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. ഞാൻ ചോദിച്ചാൽ അണ്ണന് മുതലെല്ലാം ഉണ്ടായിട്ടും എനിക്കും ഉണ്ട് ശരിയാ, പക്ഷേ അണ്ണൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോൻ എന്തെങ്കിലും വേണ്ടായോ അണ്ണ? അണ്ണൻ എല്ലാം അങ്ങ് ഒപ്പിട്ട് കൊടുക്കാൻ നിൽക്കുവാന്ന്, തിങ്കളാഴ്ച ഒപ്പിട്ട് കൊടുക്കാനിരിക്കുക. അന്നേരം പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എന്തോന്ന് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒന്നും എഴുതി ഒപ്പിട്ട് കൊടുക്കത്തില്ല, എനിക്ക് എന്തുണ്ടായാലും അതെൻ്റെ മോൻ അവകാശപ്പെട്ടയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ താമസിക്കുന്നത് പിന്നെ നീയും കുഞ്ഞും
അങ്ങോട്ട് വരണം അല്ല കാമുകിയെ വിളിക്കുന്നോണോ എൻ്റെ അടുത്ത് പറയുന്നത്. നിയമപരമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാ. അങ്ങേർക്ക് വീട്ടിൽ വന്ന് താമസിക്കാം. അങ്ങേര് ഈ പെങ്ങള് വന്ന് മുതൽ ചോദിച്ചതിന്റെ പേര് അടിയിട്ട് പോയതാന്നും പറഞ്ഞ് വരുത്തി തീർക്കുക ഇപ്പോഴും. പക്ഷെ അവക്കൊപ്പം അങ്ങേര് പോയിരിക്കുന്നത് പ്രിയയുടെ ഒപ്പം തന്നെയാണ് പോയിരുന്നത്. പക്ഷെ എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കൂടെ വന്ന പ്രിയ എന്തേന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്കറിയത്തില്ല, അവിടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൾ എന്നോട് ഈ പ്രിയയുടെ കൂടെ പോയിരിക്കുന്നത് പറയാൻ കാരണം ഇവിടുന്ന് ആള് തിരക്കി വന്നു. പ്രിയയുടെ വീട്ടിൽ പോയി, എൻ്റെ വീട്ടിൽ വന്നു. പ്രിയയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞപ്പോൾ പ്രിയയുടെ അമ്മയെ വിളിച്ച് ഒരു കുഞ്ഞമ്മയുണ്ട്, ഈ ബിന്ദു എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് 3 പേർക്കും ഈ പ്രദീപ് ഉണ്ടെന്നും ഈ പ്രിയ ഉണ്ടെന്നും ഇവർക്ക് 3 പേർക്കും അറിയാം. ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോൾ ഞാൻ ഇനി മാറിയത് ഇവിടുത്തെ വന്ന അന്വേഷിക്കാൻ വന്ന മാഡമാണ് പോയത്. തിരക്കിടാൻ പറഞ്ഞ് എൻ്റെ ഒക്കെ തിരിച്ചു വന്നു. ഉണ്ണികൃഷ്ണൻ ആളുണ്ട്, എൻ്റെ അടുത്ത് ഇന്ന ദിവസം ഹാജരാക്കുമെന്ന് പറഞ്ഞു. പ്രദീപില്ല. എൻ്റെ 3ാമത്തെ ദിവസം പൊടിമോളെ പ്രദീപ് വിളിക്കുന്നത്.